ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്കമിങ് GD എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which type of tissue is responsible for the growth in length and thickness of plants? പ്ലാന്റ്സിൻ്റെ ലെങ്തും അതുപോലെ അതിൻ്റെ തിക്നെസ്സിൻ്റെയും ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടിഷ്യൂ ആണ്? ഇറ്റ്സ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഏത് ടിഷ്യൂ ആണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് പ്ലാന്റ്സിൻ്റെ ലെങ്തിനും തിക്നെസ്സിൻ്റെയും ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഗ്രോത്ത് ടിഷ്യൂ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിലെ ഗ്രോത്ത് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ആൻഡ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ടിഷ്യൂ എവിടെയാണ് കാണപ്പെടുന്നത്, അത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ആ 3 ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം. ഇതാണ് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എവിടെ കാണപ്പെടുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്? റൂട്ട്സിൻ്റെയും ഷൂട്ട്സിൻ്റെയും ടിപ്സിൽ. എവിടെയാണ്? ഓൺ ദി ടിപ്സ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്. ഷൂട്ട്സ് നമുക്കറിയാം, റൂട്ട് അതായത് നമ്മുടെ സോയിലിനും മുകളിലോട്ട് കാണപ്പെടുന്ന പാർട്ടാണ് എന്ത്? ഷൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് നമുക്കറിയാം സോയിലിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടിപ്സിൽ കാണപ്പെടുന്നതാണ് എന്ത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഇൻ ലെങ്ത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി ഗ്രോത്ത് ആണ്. ഇതാണ് പ്രൈമറി ഗ്രോത്ത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്? എപ്പിക്കൽ മെരിസ്റ്റമാണ്. ഏതാണ്? എപ്പിക്കൽ മെരിസ്റ്റമാണ്. അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത് എപ്പിക്കൽ മെരിസ്റ്റം? ഓൺ ദി ടിപ്സ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്. ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്? സൈഡ്സ് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. റൂട്ട്സിൻ്റെയും സ്റ്റെംസിൻ്റെയും സൈഡ്സിൽ ഫുള്ളായിട്ടുള്ളത് ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റം ടിഷ്യൂ ആണ്. ലാറ്ററൽ മെരിസ്റ്റം ആണ് സ്റ്റെംസിൻ്റെയും റൂട്ട്സിൻ്റെയും ഒക്കെ സൈഡ്സിലുള്ളത്. ആൻഡ് ഇത് എന്തിനാണ്? ഫോർ ദ ഇൻക്രീസ് ഇൻ തിക്നെസ്. ഓക്കെ, തിക്നെസ് കൂട്ടുന്നത് ഏത് മെരിസ്റ്റം ആണ്? അപ്പോൾ ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റമാണ് തിക്നെസ് കൂട്ടുന്നത്. ലെങ്ത് കൂട്ടുന്നത് എപ്പിക്കൽ മെരിസ്റ്റമാണ്. തിക്നെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ലാറ്ററൽ മെരിസ്റ്റമാണ്. ദെൻ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർ കാലറി മെരിസ്റ്റമാണ്. ഇന്റർ കാലറി മെരിസ്റ്റം ഇതെവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഇറ്റ്സ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ലീവ്സ് ഓർ ഇന്റർ നോട്ട്സ്. ഓക്കെ, 2 നോട്ട്സിൻ്റെ ഇടയാണ് എന്ത്? ഇന്റർ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ്? ദ ബേസ് ഓഫ് ലീവ്സ് ഓർ ഇന്റർ നോട്ട്സ് ആൻഡ് ഹെൽപ്സ് ഇൻ എലോങ്ങേഷൻ ഓഫ് സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ലീവ്സിൻ്റെ മെയിൻലി ലീവ്സിൻ്റെ എലോങ്ങേഷനും ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഇറ്റ്സ് ഇന്റർ കാലറി മെരിസ്റ്റമാണ്. ഏതാണ്? ഇന്റർ കാലറി മെരിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാസസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ഇന്റർ കാലറി മെരിസ്റ്റം ടിഷ്യൂ എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രാസസിലാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് കോൾഡ്? അത് നമുക്കറിയാമല്ലേ എന്താണ് ഈ ഫെനോമിനെ എന്താ വിളിക്കുന്നത്? ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ആണ് എന്ത്? വൈറ്റ് ലൈറ്റിനെ അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സ് ഏതൊക്കെയാണ്? 7 കളേഴ്സ് നമുക്കറിയാം. വിബ്ജിയോർ അല്ലേ, നമ്മുടെ റെയിൻബോയുടെ കളേഴ്സ് വിബ്ജിയോർ ആയിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ് ആണ് വൈറ്റ് ലൈറ്റ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതിനെന്താ വിളിക്കുന്നത്? ഈ ഫെനോമിനെ വിളിക്കുന്നതാണ് ഡിസ്പേർഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഫോർമേഷൻ ഓഫ് എ റെയിൻബോ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് ലൈറ്റ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് is the bending of light when it passes from one medium to another due to the change in speed. ഓക്കെ, അതായത് നമ്മൾ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോഴത്തേനും ലൈറ്റിലുണ്ടാകുന്ന ബെൻഡിങ് ആണ്. ഓക്കെ, ലൈറ്റിലുണ്ടാകുന്ന ബെൻഡിങ് ആണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കി വെക്കുക നമുക്ക്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കുന്നത് എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മളോട് ചോദിക്കുക മിക്കവാറും എന്താണ്? എ സ്റ്റിക്ക് അപ്പിയറിംഗ് ബെൻഡ് ഇൻ വാട്ടർ. ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ചോദിക്കും ഇത് ഏത് ഫെനോമിനൻ്റെ എക്സാമ്പിളാണ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഏത് ഫെനോമിനൻ കൊണ്ടാണ് വാട്ടറിൽ സ്റ്റിക്ക് നമുക്ക് ഒടിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നത്? ഏതുകൊണ്ടാണത്? റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഓക്കെ, ഏത് ഫെനോമിനൻ കൊണ്ടാണ്? റിഫ്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാകുന്നത്. റിഫ്രാക്ഷൻ കൊണ്ടാണ്. ആൻഡ് ഓൾസോ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. സ്റ്റാർസിൻ്റെ ട്വിങ്ക്ലിംഗ് അല്ലേ, അത് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കാരണമാണ്. എന്താണ്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? സ്റ്റാർസിൻ്റെ ട്വിങ്ക്ലിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് മിഷൻ ഹാസ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO പ്ലാൻഡ് ഫോർ ദി ഇയർ 2028?
2028 ISRO എന്താ അനൗൺസ് ചെയ്തത് ഏത് മിഷനാണ്? ഇറ്റ്സ് ലുപ്പെക്സ് മിഷൻ. ഏതാണ്? ലുപ്പെക്സ് മിഷൻ ആണ്, വിച്ച് ഈസ് ലൂണാർ പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ. ലുപ്പെക്സ് എന്താണ്? ലൂണാർ പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ ആണ്. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മൂണിന്റെ സൗത്ത് പോൾ, ഓക്കെ, മൂണിന്റെ സൗത്ത് പോളിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ലുപ്പെക്സ് മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലുപ്പെക്സ് മിഷൻ നമ്മൾ 2028 വേണ്ടിയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ആരൊക്കെയായിരുന്നു? ഇന്ത്യയുടെ ISROയും അതുപോലെ ജപ്പാന്റെ ജാക്സ, അതായത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ആയിട്ടുള്ള ജാക്സ ഏജൻസിയും കൂടെ ജോയിന്റ് ആയിട്ടാണ് എന്ത് ലുപ്പെക്സ് മിഷൻ ചെയ്യുന്നത്. ആരൊക്കെയാണ്? ISROയും ജപ്പാന്റെ ജാക്സയും ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിയേ. ആൻഡ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റഡി ഓഫ് വാട്ടർ, ഐസ് ആൻഡ് റിസോഴ്സസ് നിയർ മൂണിന്റെ സൗത്ത് പോൾ. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കിയേ, നമ്മൾ ഈ 2023 നമ്മൾ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തിരുന്നു അല്ലെ. ചന്ദ്രയാൻ 3 നമ്മൾ 2023 എവിടെയാണ് നമ്മളത് ലാൻഡ് ചെയ്തത്? മൂണിന്റെ സൗത്ത് പോളിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യ എന്താണ് ദ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് നിയർ മൂണിന്റെ സൗത്ത് പോൾ ആവുന്നത് ഇന്ത്യയാണ്, ത്രൂ ചന്ദ്രയാൻ 3 ആണ്. ഓക്കെ, മൂണിന്റെ സൗത്ത് പോൾ. അപ്പം നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ലുപ്പെക്സും മൂണിന്റെ സൗത്ത് പോളിലോട്ട് തന്നെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ചന്ദ്രയാൻ 3 കൊണ്ട് നമ്മൾ ഇന്ത്യയാണ് ദ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് നിയർ ദ മൂൺസ് സൗത്ത് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കി, നമ്മൾ ചന്ദ്രയാൻ 4 നമ്മൾ എപ്പോഴാണ് ലോഞ്ച് ചെയ്യാനായിട്ട് അതും നമ്മൾ അനൗൺസ് ചെയ്തത്, എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? അതും ബൈ 2028 ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 4 നമ്മൾ 2028 വഴിയാണ് നമ്മൾ എന്താ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലുപ്പെക്സും ചന്ദ്രയാൻ 4 ഓൾമോസ്റ്റ് 2028 ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മുടെ കുറച്ച് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് SSCയിൽ ചോദിക്കുന്ന കുറച്ച് ഫോക്ക് ഡാൻസസും അവരുടെ സ്റ്റേറ്റ്സും ആണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. നോക്കി, ഇത് നമുക്ക് എപ്പോഴും പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതാണ്, നമുക്ക് ഒരുപാട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കാവടി. അത് നമുക്കറിയാമല്ലേ, കാവടി എവിടുത്തെ ഫോക്ക് ഡാൻസ് ആണ്? തമിഴ്നാട്. ഓക്കെ, കാവടി എവിടത്തെയാണ്? അത് തമിഴ്നാടുവിൻ്റെയാണ് കാവടി എന്ന് പറയുന്നത്. ആൻഡ് കാവടി നോക്കിയ തൈപ്പൂയം ഫെസ്റ്റിവൽ, ഏത് ഫെസ്റ്റിവലാണ്? തൈപ്പൂയം ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് കാവടി തമിഴ്നാട്ടിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, തൈപ്പൂയം ഫെസ്റ്റിവൽ. ദെൻ നെക്സ്റ്റ് നോക്കിയ രാസ്ലീല ഉത്തർപ്രദേശ്. രാസ്ലീല എവിടത്തെയാണ്? ഉത്തർപ്രദേശ് ആണ്. ആൻഡ് ഇത് ലോർഡ് കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ആണ് കേട്ടോ, ലീലാസ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ലീല ആരുടെ? കൃഷ്ണന്റെ ലീലകൾ, കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ആണ് ഇതിൽ വരുന്നത്, രാസലീലയിൽ വരുന്നത്. അത് ഉത്തർപ്രദേശിന്റെ ഫോക്ക് ഡാൻസ് ആണ്. ദെൻ സഹുൾ, സഹു ഡാൻസ് ഓർ സൊഹുറായ് ഡാൻസ് എന്നൊക്കെ പറയും. സഹുൾ ഡാൻസ് എവിടത്തെയാണ്? ജാർഖണ്ഡ്. ഓക്കെ, സഹുൾ ഡാൻസ് എവിടത്തെയാണ്? സഹുൾ ജാർഖണ്ഡ് ആണ്. ഇതെല്ലാം ആക്ച്വലി കുറച്ചൊന്ന് നോക്കി വെക്കുക കേട്ടോ, നമുക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫോക്ക് ഡാൻസേഴ്സും സ്റ്റേറ്റ്സും ആണ്. ദെൻ ബൗൾ, ബൗൾ വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. ഓക്കെ, ബൗൾ എവിടത്തെയാണ്? ബൗൾ വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. ആൻഡ് ബിഹു നമുക്കറിയാം, ബിഹു ഫെസ്റ്റിവല്, ബിഹു ഡാൻസ്, ഇതൊക്കെ എവിടത്തെയാണ്? ആസാമിൻ്റെ ആണ്. നെക്സ്റ്റ് നോക്കിയ ജാത്ര, ജാത്രയും വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, ബൗളും വെസ്റ്റ് ബംഗാളാണ്, അതുപോലെ തന്നെ ജാത്ര, ബൗൾ ആൻഡ് ജാത്ര വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. ഓക്കെ, സോ ഇത് നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു എന്താണ്? കാവടി തൈപ്പൂയം ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് തമിഴ്നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ബിഹു, ബിഹു ഫെസ്റ്റിവൽ, ആസാമിൻ്റെ ബിഹു ഫെസ്റ്റിവൽ, അതാണ് ആസാമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ഏതാണ്? ബിഹു ഫെസ്റ്റിവൽ ആണല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആസാമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? ബിഹു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് കൺട്രി ഷെയർസ് ദ ഷോർട്ടസ്റ്റ് ലാൻഡ് ബോർഡർ വിത്ത് ഇന്ത്യ? ഇന്ത്യയുമായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഏറ്റവും കുറവ് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രി ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം, ഈ സൈഡിൽ പാകിസ്ഥാൻ്റെയും ഇപ്പുറത്ത് നമുക്കൊരു ശകലമാണ് എന്താ അഫ്ഗാനിസ്ഥാൻ വരുന്നത്. ആൻഡ് അഫ്ഗാനിസ്ഥാൻ എത്ര മാത്രമാണ്? വെറും 106 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എത്ര കൺട്രീസ് ആണ് നമുക്ക് ടോട്ടലി ബോർഡർ ഷെയർ ചെയ്യുന്നത്? നമുക്ക് 7 കൺട്രീസ് ആണ് അല്ലേ, നമ്മുടെ ബോർഡർ ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് 7 കൺട്രീസ് ആണ്. ആരൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ദെൻ ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമർ. ഈ 7 കൺട്രീസ് ആണ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കുറവ് ഷെയർ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ആൻഡ് 106 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഏത് കൺട്രിയാണ്? ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശ് ആണ്. നമുക്കറിയാലോ, വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും ലോങ് ആയിട്ട് എന്താ പറയുക ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് എത്ര കിലോമീറ്റർ ആണ്? അപ്രോക്സിമേറ്റ്ലി 4096 കിലോമീറ്റർ. 4096 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ,
വാട്ട് ഈസ് ദ സീസ്ഫയർ ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ കോൾഡ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ്ഫയർ ലൈനാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ബോർഡർ ലൈൻ അല്ല ചോദിച്ചേക്കുന്നത്. ബോർഡർ ലൈൻ ഏതാണ് നമുക്കറിയാം, റാഡ്ക്ലിഫ് ആണ് അല്ലേ. റാഡ്ക്ലിഫ് ലൈനാണ് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ലൈൻ വരുന്നത്, റാഡ്ക്ലിഫ് ലൈനാണ്. പക്ഷേ സീസ്ഫയർ ലൈൻ, അതായത് നമ്മുടെ മിലിറ്ററി സെറ്റ് ചെയ്തിട്ടുള്ള, മിലിറ്ററീസ് എന്താ പറയുക, ഗാർഡിന് നിൽക്കുന്ന മിലിറ്ററി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈനാണ് എന്ത്, സീസ്ഫയർ ലൈൻ എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് ലൈൻ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ LOC എന്നറിയപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ്ഫയർ ലൈനാണ് എന്ത്, ലൈൻ ഓഫ് കൺട്രോൾ, LOC എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇതാണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സീസ്ഫയർ ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സീസ്ഫയർ ലൈനാണ് LOAC എന്ന് പറയുന്നത്. ഇതെന്താണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സീസ്ഫയർ ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് LOC, അതായത് ലൈൻ ഓഫ് കൺട്രോൾ വരുന്നത്. ആൻഡ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ്, ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആഫ്റ്റർ ദ ഷിംല അഗ്രിമെന്റ്. നമുക്കറിയാം 1972 ഷിംല അഗ്രിമെന്റ് നടക്കുന്നത്. 1972 ഷിംല അഗ്രിമെന്റിന് ശേഷമാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്താ എക്സിസ്റ്റൻസിൽ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫോളോഡ് ബൈ എന്താണ്, 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഷിംല അഗ്രിമെന്റും ഈ ഒരു ലൈൻ ഓഫ് കൺട്രോളും എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക? ഓക്കെ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്നതാണ് രാമസേതു ആണ് അല്ലേ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ലൈക്ക് എന്താ സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, രാമസേതു ആണ്. ആൻഡ് ഏതാണ് ആ ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ? ഇറ്റ്സ് നോൺ ആസ് ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന രാമസേതു. അത് നമുക്കറിയാം. എന്തുകൊണ്ട് നമ്മൾ രാമസേതു എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന എന്താ, അതൊരു രാമൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രിഡ്ജായിട്ട് നമ്മൾ എന്താ ഹിന്ദു മിത്തോളജി പ്രകാരം രാമൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രിഡ്ജായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള എന്താ ആ ഒരു ബ്രിഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ആക്ച്വലി ആദംസ് ബ്രിഡ്ജാണ്. ഓക്കെ, ആദംസ് ബ്രിഡ്ജ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലാണ് വരുന്നത്, ഇത് ആദംസ് ബ്രിഡ്ജ്. ആൻഡ് ഇത് ആദംസ് ബ്രിഡ്ജ് സെപ്പറേറ്റ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്, ഗൾഫ് ഓഫ് മാന്നാറിനെയും പാക് സ്ട്രൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗൾഫ് ഓഫ് മാന്നാറിനെയും പാക് സ്ട്രൈറ്റിനെയും എന്താ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈസ് ആഡംസ് ബ്രിഡ്ജ്. ഓക്കെ, ആഡംസ് ബ്രിഡ്ജ് ആണ് ഗൾഫ് ഓഫ് മാന്നാറിനെയും പാക് സ്ട്രൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ബംഗ്ലാദേശ് ഓൺ ഇറ്റ്സ് 3 sides? ഓക്കെ, ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അതിൻ്റെ മൂന്ന് ഭാഗത്തും ബംഗ്ലാദേശ് കൊണ്ടിട്ട് കവർ ചെയ്തിരിക്കുന്നത്? ത്രിപുരയാണ് അല്ലേ. നമുക്കറിയാം ത്രിപുര ഇങ്ങനെ ഒരു ഇതാണ്. നമുക്ക് ത്രിപുരയുടെ ഈ ഒരു മൂന്ന് ഭാഗത്തും എന്താണ്, ബംഗ്ലാദേശ് കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ത്രിപുരയുടെ ക്യാപിറ്റൽ ഏതാണ്? ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല എന്ന് പറയുന്നത്. ആൻഡ് ത്രിപുര എന്നാണ് ഒരു സ്റ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്? 1972. ഏത് ഇയറിലാണ്? 1972 ത്രിപുര ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സ്റ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ത്രിപുരയുടെ 3 സൈഡ്സും ബംഗ്ലാദേശ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ഈസ് വേൾഡ് ഓസോൺ ഡേ ഒബ്സർവ്ഡ്? വേൾഡ് ഓസോൺ ഡേ എന്നാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് 16th സെപ്റ്റംബർ. 16th സെപ്റ്റംബറിലാണ് നമ്മൾ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ നമുക്കറിയാം. ഞാൻ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡേയ്സ് ഞാൻ എഴുതിയതാണ്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് June 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വരുന്നത്. വേൾഡ് ഓഷ്യൻസ് ഡേ, ഓക്കെ, ഓഷ്യൻസ് ഡേ വരുന്നത് ഈസ് ഓൺ 8th June. അപ്പോൾ 5th June വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ആൻഡ് വേൾഡ് ഓഷ്യൻ ഡേ വരുന്നത് 8th June. ദെൻ അത് കഴിഞ്ഞിട്ടാണ് വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ. ഓക്കെ, ചൈൽഡ് ലേബറിന് എഗൻസ്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡേ ആണെന്ന് 12th June എന്ന് പറയുന്നത്. 12th June എന്താ വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ വരുന്നത് 12th June. ദെൻ യോഗ ഡേ 21st June. 21st June എന്ത് യോഗ ഡേ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു മന്തിലായിട്ടൊരു അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ വേൾഡ് ഓസോൺ ഡേ എന്നാണ് വരുന്നത് 16th September. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ June 5 വേൾഡ് ഓഷ്യൻസ് ഡേ 8th June. ആൻഡ് വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ വരുന്നത് 12th June. ഇന്റർനാഷണൽ യോഗ ഡേ വരുന്നത് 21st June. ഓക്കെ, ഇന്റർനാഷണൽ യോഗ ഡേ എന്തായാലും നോക്കി വെക്കുക, 21st June ഇന്റർനാഷണൽ യോഗ ഡേ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഈസ് സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ്? എവിടെയാണ് സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ഇൻ കാൻപൂർ, ഉത്തർപ്രദേശിലെ കാൻപൂരിലാണ് സെൻട്രൽ പൾസസ്. ഓക്കെ, സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
UP-യിലെ കാൻപൂരിലാണ്. അതുപോലെ നോക്കിയേ, സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് എവിടെയാണ്? ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാടുവിലെ കോയമ്പത്തൂർ. ഓക്കെ, കോയമ്പത്തൂർ, തമിഴ്നാടുവിലെ കോയമ്പത്തൂരിലാണ് സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ്? ഷിംല, ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമുക്ക് സെൻട്രൽ ടപ്പിയോക്ക എവിടെയാണ്? സെൻട്രൽ ടപ്പിയോക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലെ ട്രിവാൻഡ്രം. എവിടെയാണ്? കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് സെൻട്രൽ ടപ്പിയോക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്താണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സെൻട്രൽ റൈസ് റിസർച്ച് എവിടെയാണ്? റൈസ് എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്ക്. ഓക്കെ, ഒഡീഷയിലെ കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കട്ടക്ക് ഒഡീഷയിലാണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടൊബാക്കോ ആൻഡ് ഡ്രഗ്, ഇത് രണ്ടും നോക്കണം കേട്ടോ. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് എവിടെയാണ്? ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിലാണ് സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡ്രഗ് റിസർച്ച് എവിടെയാണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് വരുന്നത്? ലക്നൗ ആണ്. ഓക്കെ, UP-യിലെ ലക്നൌവിലാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് UNSC? UNSC എന്താണ്? യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ അല്ലെ? UNSC യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ്. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? UNSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ന്യൂയോർക്ക് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. UNSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ന്യൂയോർക്കിലാണ് UNSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് UNSCയുടെ കമ്പോസിഷൻ നോക്കിക്കേ. UNSC ഹാസ് 15 മെമ്പേഴ്സ്. ടോട്ടലി UNSCയിൽ എത്ര കൺട്രീസ് ആണ്? 15 മെമ്പർ കൺട്രീസ് ആണ് UNSCയിലുള്ളത്. അതിൽ 5 മെമ്പേഴ്സ്. ഓക്കെ, അതിൽ 5 കൺട്രീസ് പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ്. അതിലെ 5 കൺട്രീസ് എന്താ? പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ്. ആൻഡ് ഇത് ഓർക്കാനുള്ളൊരു കോഡാണ് ആക്ച്വലി FRAISE. ഓക്കെ, FRAISE എന്ന് പറയുന്നത് എന്താണ്? UNSCയുടെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ചൈന ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ചൈന ആൻഡ് ഇംഗ്ലണ്ട്, ഈ 5 കൺട്രീസാണ് UNSCയുടെ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബാക്കി 10 മെമ്പേഴ്സും എന്താണ്? നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ സെലക്റ്റഡ് ഫോർ എ 2-year ടേം. ഒരു 2-year ടേം ബൈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി. 2-year ടേംസിൽ വേണ്ടിയിട്ടാണ് ഈ ബാക്കിയുള്ള 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിനെയും എലക്ട് ചെയ്യുന്നത്. ആൻഡ് UNSC എന്തിനാണ് റെസ്പോൺസിബിൾ ഫോർ? ഇന്റർനാഷണൽ പീസ്. എന്തിനാണ്? ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് സംഘടനയാണ്? UNSC ആണ്. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി നോക്കുന്നത് UNSC ആണ്. ആൻഡ് ഇന്ത്യ പലതവണ UNSCയുടെ നോൺ പെർമനൻറ്റ് മെമ്പർ ആയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് റീസെൻ്റ്ലി നമ്മുടെ 2021-2022 ഇയറിലും ഇന്ത്യ എന്താ പറയുക UNSCയുടെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പർ ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ്. ഞാൻ ഇനിയും ഈ സീരീസിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്